കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ എന്താണ് ജനങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി അദ്ദേഹം എത്തുകയാണ്. എന്താ ഒരു ആവേശം, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രധാനമന്ത്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ജില്ലകളിലും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. നമ്മൾ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം നമ്മൾ ആരാധനായ ലോകം അറിയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മളെ മുമ്പ് നേരിട്ട് വരികയും നമ്മളെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം 5:45 ഇവിടെ എത്തും. അദ്ദേഹം 1 മണിക്കൂറോളം അദ്ദേഹം കിള്ളിപ്പാലം മുതൽ കരമന വരെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യും. ആ സമയം ഇവിടെ ഒരു പൂരപ്പറമ്പായി മാറൂല്ലേ? തീർച്ചയായിട്ടും ഉത്സവമാണ്. തൃശ്ശൂർ പൂരം തോറ്റു. നരേന്ദ്രമോദിജി വരുമ്പം തൃശ്ശൂർ പൂരത്തിന് അപ്പുറമായ ആഘോഷ പരിപാടികളായിരിക്കും തിരുവനന്തപുരത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. വർണ്ണപ്പകിട്ടായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും, പല കലാരൂപങ്ങളുണ്ടാവും. അതുപോലെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പല കലാരൂപങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചെണ്ടമേളം ഉണ്ടാവും, പഞ്ചവാദ്യം ഉണ്ടാകും. അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടുള്ള അദ്ദേഹത്തിന് എങ്ങനെ അമ്മാനമാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ. നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ടാവും. അപ്പം ജനങ്ങൾ പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തെ, ആ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിത്വത്തെ കാണാൻ വേണ്ടി ഇവിടെ ആവേശഭരിതരായി വരുമെന്ന് കൂടി പറഞ്ഞാൽ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഒരു മതേതര പാർട്ടിയാണ് BJP. മതേതര പാർട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവർ മതേതരം പറയുന്നത് മതേതരമല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. ഇവിടെ മതേതരം പറയുകയും ഇരുട്ട് കാലങ്ങളിൽ STP പോലുള്ള PFA പോലുള്ള സംഘടനകളുമായി രഹസ്യമായും പരസ്യമായി CPM-ഉം കോൺഗ്രസും ചർച്ച നടത്തുകയും അവർ തമ്മിലടിക്കുക. PFAയുടെ പിന്തുണ, STPയുടെ പിന്തുണ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമ്മി വഴക്കടക്കുക. ഞങ്ങൾക്ക് വേണമെന്ന്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുപോലെയാണ്. അവരെയൊക്കെ 2 കൈയിട്ട് സ്വീകരിക്കുന്നു. തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗങ്ങളെയും നെഞ്ചോട് ചേർത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ, ഒറ്റപ്പെട്ട ചില സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ലോകം അറിയപ്പെടുന്ന നേതാവായി മാറിയതാണ്. ജനങ്ങൾ വളരെയേറെ ആഹ്ലാദത്തിലാണ്. ഇവിടെ ഒരു വൻ സംഭവം തന്നെ ഉണ്ടാകും. കാരണം ഇവിടെ അദ്ദേഹം വരുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഹൃദയപൂർവ്വം, കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ചെറുപ്പക്കാരായിരുന്നാലും അവരൊക്കെ ഒരുപോലെ ആഹ്ലാദത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വം കൊണ്ട് തന്നെയാണല്ലോ നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം പ്രധാനമന്ത്രി എന്നൊരു വ്യക്തിയെ ആരാധിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് കേരളത്തിലുള്ളത്. പാർട്ടി നോക്കാതെ അദ്ദേഹത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ആവേശത്തിൽ. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ഒരു പൂരപ്പറമ്പ് പോലെയായി മാറുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല, അങ്ങനെ തന്നെയാകും ഈ ഒരു സ്ഥലം മാറുക.